നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ US ചുമത്തിയ അധിക തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18%. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ്. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. മലേഷ്യൻ സന്ദർശനത്തിൽ വ്യാപാര കരാർ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ അമേരിക്ക തർക്കം രൂക്ഷമാകുന്നു. പടക്കപ്പലുകളും പോർവിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട അമേരിക്ക. അതിവേഗ ബോട്ടുകൾ ഫോർമസ് കടലിടുക്കിൽ വിന്യസിച്ച് ഇറാൻ ബന്ധം ആരോപിച്ച് കൂടുതൽ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് SIT. 2.5 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ എല്ലാത്തിനും ഉത്തരം നൽകിയെന്ന് പ്രതികരണം. തിരഞ്ഞെടുപ്പ് നാടകമെന്ന് KC വേണുഗോപാൽ. സ്വർണ്ണക്കൊള്ള തന്ത്രിയുടെ അറിവോടെയെന്ന് SIT വിജിലൻസ് കോടതിയിൽ. ഭരണ പ്രതിപക്ഷങ്ങളുടെ ഒത്തുകളിക്കെതിരെ പോരാടുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ആന്റോ ആന്റണി MPക്കെതിരെ തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ്. തിരഞ്ഞെടുപ്പ് സമയത്ത് 2 കോടി രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയിട്ടില്ലെന്ന് പരാതി. ആന്റോയ്ക്ക് നൽകിയത് നിക്ഷേപകരുടെ പണമാണെന്നും വിവരം EDയെയും ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചുവെന്നും ഉടമ NM രാജു. തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം വാങ്ങിയിരുന്നുവെന്നും തിരികെ നൽകിയെന്നും ആന്റോ ആന്റണി. കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ടെന്നും വിശദീകരണം. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് സമസ്ത. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് സമ്മേളനത്തിൽ പ്രമേയം. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി കോൺഗ്രസ് CPM പോര്. ജമാഅത്തെ ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണെന്ന് MV ഗോവിന്ദൻ വർഗീയതയെക്കുറിച്ച് പഠിപ്പിക്കേണ്ടെന്ന് VD സതീശൻ. വിദ്യാർത്ഥികളുടെ സുരക്ഷ പരിഗണിച്ച് സ്കൂട്ടർ ഉപയോഗം കർശനമായി വിലക്കി ദുബായ്. നടപടി ഇലക്ട്രിക് സ്കൂട്ടർ അശ്രദ്ധമായി ഓടിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നതിനെ തുടർന്ന് വിലക്ക് ലംഘിച്ചാൽ നിയമ നടപടി. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. സംയുക്ത പ്രസ്താവന പുറത്തുവിട്ട ഇരു രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18% കുറച്ചു. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവുണ്ട്. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നിലവിൽ ഇന്ത്യൻ കയറ്റുമതികൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് 50% തീരുവയാണ്. ഇതാണ് 18% കുറച്ചിരിക്കുന്നത്. പ്രധാനമായും 2 തരം തീരുവകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് റെസിപ്രോക്കൽ താരിഫ്, 2 റഷ്യൻ ഓയിൽ പെനാൽറ്റി. 50%-ൽ 25% റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക ചുമത്തിയ പിഴയാണിത്. കരാറിന്റെ ഭാഗമായി ഈ തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുമെന്നും പകരമായി അമേരിക്കയിൽ നിന്ന് ഏകദേശം $500 ബില്യൺ ഊർജ്ജം, പ്രതിരോധോപകരണങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവ വാങ്ങുമെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. റെസിപ്രോക്കൽ താരിഫാണ് 25%-ൽ നിന്ന് 18% കുറച്ചത്. വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, റബ്ബർ, പ്ലാസ്റ്റിക്, ജൈവവസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഇന്ത്യൻ അരി ഇറക്കുമതിക്ക് മുൻഗണന നൽകുമെന്ന് US സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കരാറിന്റെ ഗുണഫലങ്ങൾ ഇരു രാജ്യങ്ങൾക്കും മാത്രമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക റൂൾസ് ഓഫ് ഒറിജിൻ നടപ്പാക്കും. ഇത് ചൈന പോലുള്ള 3ാം രാജ്യങ്ങൾ കരാർ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കും. അമേരിക്ക തീരുവ കുറയ്ക്കുന്നതിന് പകരമായി ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ ഇളവുകൾ നൽകും. അമേരിക്കൻ സോയാബീൻ ഓയിൽ, പഴങ്ങൾ, വൈൻ, ആഡംബര കാറുകൾ തുടങ്ങിയവയുടെ തീരുവ ഇന്ത്യ കുറയ്ക്കും. മെഡിക്കൽ ഉപകരണങ്ങളുടെയും IT ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിയിലുള്ള തടസ്സങ്ങൾ ഇന്ത്യ ഒഴിവാക്കും. അതേസമയം ഓറഞ്ച്, പ്ലം, മുന്തിരി, നാരങ്ങ, വാഴപ്പഴം എന്നിവയ്ക്ക് ഇന്ത്യ നികുതി ഇളവ് നൽകില്ല. തീരുവ കുറയ്ക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നൽകുകയും ഇന്ത്യയുടെ വിദേശ നാണയ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടത്. നികുതി ഇളവുകൾ പ്രാബല്യത്തിൽ വരാൻ മാർച്ചിൽ ഒപ്പിടുന്ന നിയമപരമായ കരാർ വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മലേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. കോലാലംപൂരിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി മലേഷ്യ സന്ദർശിക്കുന്നത്. വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രിയും ഒരേ വാഹനത്തിലാണ് യാത്ര തിരിച്ചത്. കോലാലംപൂരിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പൊതുപരിപാടിയിലാണ് മോദി ആദ്യം പങ്കെടുത്തത്. മലേഷ്യയിൽ ഇന്ത്യ ഉടൻ തന്നെ പുതിയ കോൺസുലേറ്റ് തുറക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അറിയിച്ചു. ഇന്ത്യയിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് തിരുവള്ളുവർ സ്കോളർഷിപ്പുകൾ നൽകുന്ന പദ്ധതിയും ഉടൻ നടപ്പിലാക്കുമെന്നും ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജീവനുള്ള പാലമാണ് ഇന്ത്യൻ സമൂഹമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ചും മോദി പരാമർശം നടത്തി. രാജ്യങ്ങൾ ഇന്ത്യയുമായി വ്യാപാര കരാറിന് തയ്യാറാകുന്നുവെന്നും ഇതിൽ നിന്ന് ഇന്ത്യയുടെ പ്രാധാന്യം വ്യക്തമെന്നും മോദി പറഞ്ഞു. ഇന്ത്യയെ ഒരു വലിയ വിപണിയായാണ് നേരത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിക്ഷേപത്തിനും വ്യാപാരത്തിനുമുള്ള ഒരു കേന്ദ്രമാണ് ഇന്ത്യ. വളർച്ചയ്ക്കുള്ള വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ മാറി. UK, UAE, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി വ്യാപാര കരാറുകളുണ്ട് എന്നും മോദി പറഞ്ഞു. ഇന്ത്യൻ ഭാഷകൾക്കും മലായ് ഭാഷകൾക്കുമിടയിൽ പൊതുവായി ഉപയോഗിക്കുന്ന ധാരാളം വാക്കുകൾ ഉണ്ടെന്നും 2 രാജ്യങ്ങളുടെയും രുചികൾ പോലും സാമ്യമുണ്ടെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്ര പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കും. വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, സെമി കണ്ടക്ടർ മേഖല എന്നിവയിൽ പുതിയ കരാറുകൾ ഒപ്പിട്ടേക്കും. സുരക്ഷാ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക, ഡോർണിയർ വിമാനങ്ങളുടെ വിൽപ്പന, സുഖോയ് 30 വിമാനങ്ങളുടെയും സ്കോർപിയൻ അന്തർവാഹിനികളുടെയും അറ്റകുറ്റപ്പണി എന്നിവയിൽ ഇന്ത്യയും മലേഷ്യയും സഹകരിച്ചേക്കും. ഞായറാഴ്ച നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം മോദി ഇന്ത്യയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സൈനിക ഏറ്റുമുട്ടൽ ഭീതി നിലനിൽക്കെ അമേരിക്കയിലെയും ഇറാനിലെയും ഉന്നത നേതാക്കൾ ഒമാനിൽ ചർച്ചകൾ നടത്തി. പശ്ചിമേഷ്യയിൽ അമേരിക്ക സൈനിക വിന്യാസം ശക്തമാക്കിയത് മേഖലയിൽ യുദ്ധഭീതി പടർത്തിയതിന് പിന്നാലെയാണ് മസ്കറ്റിൽ ഇരു രാജ്യവും പരോക്ഷ ചർച്ച നടത്തിയത്. ഇറാൻ വിദേശമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകനും ദൂതനുമായ ജാരഡ് കുഷ്നർ എന്നിവരുമായും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് പ്രത്യേകം ചർച്ച നടത്തിയത്. നയതന്ത്രപരവും സാങ്കേതികവുമായ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യമൊരുക്കാനാണ് കൂടിയാലോചന നടത്തിയതെന്ന് ഒമാൻ അറിയിച്ചു. അതേസമയം ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ അമേരിക്ക തർക്കം രൂക്ഷമായി തുടരുകയാണ്. പടക്കപ്പലുകളും പോർവിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു. അതിനിടെ ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ അതിവേഗ ബോട്ടുകൾ വിന്യസിച്ചു. ഇറാൻ ബന്ധം ആരോപിച്ച് കൂടുതൽ രാജ്യങ്ങൾക്ക് അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അതേസമയം ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം. രാവിലെ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാണ് UDF കൺവീനറും MPയുമായ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂറോളം നീണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യങ്ങളടക്കം അറിയേണ്ടതെല്ലാം ചോദിച്ചുവെന്നും എല്ലാ ചോദ്യങ്ങൾക്കും താൻ കൃത്യമായി മറുപടി പറഞ്ഞുവെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായില്ലെന്നും ചോദ്യം ചെയ്യലിൽ അസ്വാഭാവികതയില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു, അവരുമായി സംസാരിച്ചു. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പ്രത്യേക അന്വേഷണ സംഘം 2-ാം ദിനവും ചോദ്യം ചെയ്തു. അടൂർ പ്രകാശുമായി നടന്ന സമ്മാന കൈമാറ്റത്തിലടക്കം അന്വേഷണ സംഘം വ്യക്തത വരുത്തിയതായാണ് സൂചന. ഒരേ ചോദ്യങ്ങളിൽ ഇരുവരുടെയും ഉത്തരങ്ങൾ അന്വേഷണ സംഘം വിലയിരുത്തും. അതേസമയം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം. സ്വാഭാവിക നടപടി മാത്രമാണെന്നും UDFൽ ഭിന്നതയില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. വിളിച്ച ഉടനെ അദ്ദേഹം പോയി അന്വേഷിക്കട്ടെ. ഇത് ആകെ മുങ്ങിക്കിടക്കുന്നവര്, സ്വർണ്ണക്കൊള്ളയിൽ ആകെ മുങ്ങിക്കിടക്കുന്നവര് അപ്പോൾ കൈ മുകളിലിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പം നിലവിളിക്കില്ലേ? ആ നിലവിളിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ. അത്രേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളടക്കം അന്വേഷണം നടക്കുമെന്ന് SIT നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ ഭരണ പ്രതിപക്ഷങ്ങളുടെ ഒത്തുകളിക്കെതിരെ പൂർണ്ണമായും പോരാടുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വിഷയത്തിൽ നീതി ഉറപ്പാക്കുമെന്നും നിതിൻ നബീൻ പറഞ്ഞു. കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇന്നലെയാണ് നിതിൻ നബീൻ കൊച്ചിയിലെത്തിയത്.
കേരളത്തെ സുരക്ഷിതവും വികസിതവുമാക്കി മാറ്റുന്നതിനായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നായിരുന്നു നിതിൻ നബിന്റെ പ്രതികരണം. ശബരിമല വിഷയത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഒത്തുകളിക്കുകയാണ്. ഇതിനെതിരെ പൂർണ്ണമായും പോരാടുമെന്നും നീതി ഉറപ്പാക്കുമെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. केरल को सुरक्षित प्रदेश, विकसित प्रदेश बनाने में हम आगे बढ़ेंगे और सबरीमाला पर जिस प्रकार से यहाँ के सत्ता और विपक्ष खेल रहा है, हम पूरी तरह से उसके लिए लड़ाई लड़ेंगे और जस्टिस लेकर रहेंगे. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ BJP ദേശീയ അധ്യക്ഷൻ ഇന്നലെ കൊച്ചിയിൽ നടന്ന BJP കോർ കമ്മിറ്റിയിലും NDA നേതൃയോഗത്തിലും പങ്കെടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള നേതാക്കളോടെല്ലാം 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം. പാർട്ടി പറയുന്നിടത്ത് മത്സരിക്കേണ്ടി വരും. ഉത്തരേന്ത്യൻ മോഡലിൽ ജനങ്ങളോട് കൂടുതൽ അടുക്കണമെന്നും കേരളത്തിലെ പാർട്ടി നേതാക്കൾക്ക് നിതിൻ നബിൻ ഇന്നലത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, കൊച്ചി. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിന് പിന്നാലെ ശബരിമലയിലെ കൂടുതൽ ക്രമക്കേടുകളിൽ ED പിടിമുറുക്കുന്നു. സന്നിധാനത്തെ ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പന നടത്തിയതിലെ ക്രമക്കേടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ്. ക്രമക്കേടിന്റെ വിവരങ്ങൾ ED ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തും. തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി പത്തനംതിട്ട MP ആന്റോ ആന്റണി 2 കോടി രൂപ കൈപ്പറ്റിയെന്നും എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ നൽകിയില്ലെന്നും ആരോപണം. തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവാണ് MPക്കെതിരെ രംഗത്തെത്തിയത്. എന്നാൽ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വാങ്ങിയ പണം കൃത്യമായി മടക്കി നൽകിയെന്നും വിശദീകരിച്ച് ആന്റോ ആന്റണി MPയും രംഗത്തെത്തി. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന ഉറപ്പിലാണ് ആന്റോ ആന്റണി തന്റെ പക്കൽ നിന്നും 2 കോടി രൂപ വാങ്ങിയതെന്നാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ 7 വർഷം പിന്നിട്ടിട്ടും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചതെന്ന് രാജു ആരോപിക്കുന്നു. സ്വന്തം സ്ഥാപനം പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ പലതവണ സഹായം ചോദിച്ചിട്ടും MP കൈമലർത്തിയെന്നും രാജു ആരോപിച്ചു. ആ ക്യാമ്പയിനിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ആന്റോ ആന്റണി എൻ്റെ അടുത്തുനിന്ന് ലോൺ എടുത്തു. എനിക്ക് ആന്റോ ആന്റണിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ 2 മാസത്തിനകം ഈ കാശ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷമായി. 1000 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. NM രാജുവിന്റെ ആരോപണങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വിശദീകരണവുമായി ആന്റോ ആന്റണി MPയും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് സമയത്ത് സഹായമായി പണം കൈപ്പറ്റിയിരുന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചു. കോൺഗ്രസിന് ഫണ്ടില്ലാത്ത സാഹചര്യത്തിൽ പലരും സഹായിക്കാറുണ്ടെന്നും എന്നാൽ രാജു ആരോപിക്കുന്നത് പോലെ പണം തിരികെ നൽകാതിരുന്നിട്ടില്ലെന്നും MP വ്യക്തമാക്കി. 5 തെരഞ്ഞെടുപ്പിലും എന്നെ പൊതുസമൂഹത്തിൽ നിന്നുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ എൻ്റെ സ്വന്തമായിട്ട് പണമൊന്നുമില്ല. അപ്പം അതെന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഈ രാജു എന്നെ സഹായിച്ചിട്ടുണ്ട്. NM രാജു 2019 കോൺഗ്രസിനൊപ്പമായിരുന്നു. തന്നെ മാത്രമല്ല CPMനെയും കേരള കോൺഗ്രസിനെയും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച കണക്കുകളിൽ തനിക്ക് തന്ന തുക ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നിയമപരമായ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും ആന്റോ ആന്റണി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന സമസ്ത സമ്മേളനത്തിൽ പ്രമേയം. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമെന്നും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം നടത്തണമെന്നും സമസ്ത ആവശ്യപ്പെടുന്നു. കാസർഗോഡ് നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിലാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും പ്രമേയമുണ്ടായി. രാഷ്ട്രീയ ഇസ്ലാം എന്നത് അപകടകരമായ ആശയമെന്നും മൗദൂദി ചിന്ത യുവാക്കളെ വഴിതെറ്റിക്കുന്നുവെന്നും സമസ്ത പ്രമേയത്തിൽ പറയുന്നു. പാൻ ഇസ്ലാമിക് തീവ്രചിന്തയ്ക്കെതിരെ ജാഗ്രത വേണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജമാഅത്തിനെയും ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പിന്തുടരുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് മാറിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. MV ഗോവിന്ദൻ വർഗീയത പഠിപ്പിക്കാൻ വരേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 42 കൊല്ലം CPMന് ജമാഅത്തെ വർഗീയവാദികളല്ലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ CPM ഒപ്പം കൂട്ടിയതല്ലേ എന്നും VD സതീശൻ ചോദിച്ചു. ഈ മതരാഷ്ട്രവാദികളുമായിട്ട് ചേർന്ന കോൺഗ്രസിൻ്റെ UDFൻ്റെ അവരുടെ രാഷ്ട്രീയ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും കുഴപ്പവും അവരിലുണ്ടാക്കും. ഒരു സംശയവും എനിക്കില്ല. ഞാനത് ആദ്യം പറഞ്ഞത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ആ പ്രത്യാഘാതത്തിൻ്റെ ഏറ്റവും വലിയ ആഴം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങിപ്പോയ ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ്
ഇവർ നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ വന്നത്. ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ വന്നത് ഇരട്ടത്താപ്പാണ്. CPM-ന് ഇരട്ടത്താപ്പാണ്. പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം, പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം, രണ്ടു കൂട്ടരും ഇല്ലാതായി. ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ്. പുതിയ KPCC പ്രസിഡന്റിനായി ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. ഫെബ്രുവരി 15-നുള്ളിൽ പ്രഖ്യാപനമുണ്ടാകും. കൊടിക്കുന്നിൽ സുരേഷിനാണ് മുൻഗണന. ബെന്നി ബെഹനാന്റെയും ഷാഫി പറമ്പിലിന്റെയും പേരുകളും ചർച്ചയിലുണ്ട്. സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുന്നതിനാൽ പുതിയ അധ്യക്ഷന് താൽക്കാലിക ചുമതലയാണോ എന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് പ്രഖ്യാപനം നടത്തണമെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്തും. പാലക്കാട് തൃപ്പൂണിത്തുറയും ഒഴികെ 19ഇടത്തും സിറ്റിംഗ് MLA-മാർ തന്നെ കളത്തിലിറങ്ങും. സണ്ണി ജോസഫ് മത്സരരംഗത്തിറങ്ങുന്നതിനാൽ പുതിയ KPCC അധ്യക്ഷനെ ഉടനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പല പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും കൊടിക്കുന്നിൽ സുരേഷിനാണ് മുൻഗണന. ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരും പരിഗണനാ പട്ടികയിലാണ്. സാമുദായിക സമവാക്യങ്ങളും സീനിയോറിറ്റിയും കണക്കിലെടുത്താണ് കൊടിക്കുന്നിലിന്റെ പേരിന് മുൻതൂക്കം ലഭിക്കുന്നത്. ഫെബ്രുവരി 15-നകം പ്രഖ്യാപനം നടത്തും. അതേസമയം പുതിയ അധ്യക്ഷന് താൽക്കാലിക ചുമതലയാണോ പൂർണ്ണ ചുമതലയാണോ നൽകേണ്ടത് എന്നതിനെ ചൊല്ലി ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ സണ്ണി ജോസഫ് അധ്യക്ഷ പദവിയിൽ മടങ്ങിവരില്ല. ഭരണം പിടിക്കാനായില്ലെങ്കിൽ സണ്ണി ജോസഫിനെ അധ്യക്ഷ പദവിയിൽ തിരികെ എത്തേണ്ടി വരും. അപ്പോൾ താൽക്കാലിക പദവി ഒഴിയാൻ പുതിയ അധ്യക്ഷൻ തയ്യാറാകുമോ എന്നതുൾപ്പെടെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പൂർണ്ണ ചുമതല വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര ആരംഭിച്ചതിനാൽ മറ്റു കാര്യങ്ങൾക്കും വേഗത കൂട്ടി 2-3 ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും കോൺഗ്രസിന് കടക്കേണ്ടതുണ്ട്. ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നതിനാൽ പ്രചാരണ ഗോതയിലിറങ്ങാൻ വൈകരുത് എന്നതാണ് UDF-ന്റെ പൊതുവായ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശൂർ കാളത്തോട് 164-ാം നമ്പർ ബൂത്തിൽ ചുവരെഴുതിയാണ് പ്രചരണത്തിന് ഔദ്യോഗിക തുടക്കമായത്. തുടർന്ന് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും ദേശീയ അധ്യക്ഷൻ പങ്കെടുത്തു. ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ നിതിൻ നബീന് ആവേശോജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. തുടർന്ന് തൃശൂർ കാളത്തോട് 164-ാം നമ്പർ ബൂത്തിൽ ചുവരെഴുതി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചരണത്തിന് നിതിൻ നബീൻ തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന പരിപാടിയിൽ വികസിത കേരളവും കേന്ദ്ര ബജറ്റും എന്ന വിഷയത്തിൽ പൗരപ്രമുഖരുമായി നടന്ന ചർച്ചയിലും നബീൻ പങ്കെടുത്തു. ഭാവിയിൽ ഒരു സിലിക്കൺ വാലിയായി കേരളത്തെ മാറ്റണമെന്നും അതിന് BJP പ്രതിജ്ഞാബദ്ധരാണെന്നും ചർച്ചയിൽ പങ്കെടുത്ത നബീൻ വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S. സുരേഷ്, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾ ദേശീയ അധ്യക്ഷനൊപ്പമുണ്ടായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. വിദ്യാർത്ഥികളുടെ സുരക്ഷ പരിഗണിച്ച് ദുബായിലെ പല സ്കൂളുകളും സ്കൂട്ടർ ഉപയോഗം കർശനമായി വിലക്കി. ഇലക്ട്രിക് സ്കൂട്ടർ അശ്രദ്ധമായി ഓടിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ സാഹചര്യത്തിലാണിത്. നിയമം ലംഘിച്ചാൽ സ്കൂട്ടറുകൾ പിടിച്ചെടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. റോഡ് നിയമങ്ങൾ അറിയാതെയും അവ പാലിക്കാതെയും കുട്ടികൾ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദുബായിൽ പല സ്കൂളുകളും ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗം വിലക്കിയത്. നിർദ്ദേശം ലംഘിച്ച് സ്കൂട്ടറുകൾ സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ അവ പിടിച്ചെടുക്കുമെന്നും നിയമലംഘനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്നും വിദ്യാലയങ്ങൾ സർക്കുലറിലൂടെ അറിയിച്ചു. ദുബായിൽ സ്കൂട്ടർ ഉപയോഗത്തിന് കർശന മാനദണ്ഡങ്ങൾ നിലവിലുണ്ട്. 16 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കാൻ അനുമതിയുള്ളത്. ഇതിനായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകുന്ന ലൈസൻസും നിർബന്ധമാണ്. ഗുണനിലവാരമുള്ള ഹെൽമറ്റും തിളങ്ങുന്ന ജാക്കറ്റും ധരിച്ചു മാത്രമേ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓടിക്കാവൂ എന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാന പാതകൾ ഉൾപ്പെടെയുള്ള റോഡുകളിൽ സ്കൂട്ടറുകൾ ഓടിക്കാൻ അനുമതിയില്ല. സ്കൂട്ടറുകൾക്കുള്ള പ്രത്യേക പാതകളിലും നടപ്പാതകളിലും പരമാവധി 20 കിലോമീറ്ററാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വേഗപരിധി. ഇക്കഴിഞ്ഞ ദിവസം ദുബായിലെ നൈഫിൽ കാറുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2024-ലും 2025-ലും അശ്രദ്ധമായി സ്കൂട്ടർ ഓടിച്ചത് മൂലമുണ്ടായ നിരവധി അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.
സൗദിയിലെ പൊതുനിരത്തുകളിൽ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനെതിരെ സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. ഈ പ്രവൃത്തി ശിക്ഷാർഹമായ ഗതാഗത നിയമലംഘനമാണ്. ഈ നിയമലംഘനത്തിന് 500 മുതൽ 900 റിയാൽ വരെ പിഴ ലഭിക്കും. വാഹനങ്ങൾ നല്ല പ്രവർത്തന നിലയിലാണെന്ന് ഉറപ്പുവരുത്തണമെന്നും പൊതുജനാരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനാവശ്യമായ ആനുകാലിക അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും എല്ലാ സുരക്ഷാ വ്യവസ്ഥകളും പാലിക്കണമെന്നും സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ പൗരത്വ തട്ടിപ്പ് കേസിൽ നിരവധി പേർ പിടിയിലായി. നുവൈസി ബദ്രത്തിയിൽ രാത്രി രക്ഷപ്പെടാൻ ശ്രമിക്കവെയായിരുന്നു അറസ്റ്റ്. മയക്കുമരുന്ന് കേസിൽ 7 വർഷം തടവ് ശിക്ഷ ഒഴിവാക്കാൻ ശ്രമിച്ച ഒരാളെ തടഞ്ഞപ്പോൾ വ്യാജരേഖകളിലൂടെ പൗരത്വം നേടി വ്യാപക ശൃംഖലയുടെ ചുരുളഴിയുകയായിരുന്നു. അന്വേഷണത്തിൽ 3 പേർ അറസ്റ്റിലായി. മൊത്തം 133 പേർ അനധികൃതമായി പൗരത്വം നേടിയതായും അധികൃതർ സ്ഥിരീകരിച്ചു. തുടർന്ന് മയക്കുമരുന്ന് കേസ് വൻ പൗരത്വ തട്ടിപ്പ് കേസിലേക്ക് വഴിമാറുകയായിരുന്നു. കുവൈറ്റിൽ വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഭക്ഷണ വിൽപ്പനയ്ക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം. ഇത്തരം അനധികൃത കച്ചവടങ്ങൾ സ്വദേശികളുടെയും പ്രവാസികളുടെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇത്തരത്തിലുള്ള എല്ലാവിധ കച്ചവടങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഇത്തരം കച്ചവടങ്ങളുടെ പരസ്യങ്ങൾ നിരീക്ഷിച്ച ശേഷം നിയമലംഘകർക്കെതിരെ കർശനമായ ശിക്ഷകൾ ഏർപ്പെടുത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വീടുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷണ കച്ചവടം നടത്തുന്നതിന് ഭക്ഷ്യ പോഷകാഹാര സമിതി അധികൃതർ നൽകുന്ന ആരോഗ്യ ലൈസൻസിന് പുറമെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ നിന്നുള്ള ലൈസൻസും ആവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ നടന്ന 5ാമത് സൗദി മീഡിയ ഫോറം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സമ്മേളനം എന്ന ബഹുമതി സ്വന്തമാക്കിയാണ് 2026 ഫോറം സമാപിച്ചത്. ആഗോളതലത്തിലും പ്രാദേശികമായും മാധ്യമരംഗത്ത് സൗദി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന വളർച്ചയുടെ അടയാളപ്പെടുത്തലായി ഈ നേട്ടം മാറി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ, നയൻ രൂപീകരണ വിദഗ്ധർ, 300ഓളം പ്രമുഖ പ്രഭാഷകർ ഫോറത്തിന്റെ ഭാഗമായത് തുടങ്ങിയ പ്രത്യേകതകളാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് സമ്മേളനത്തെ ഉയർത്തിയത്. സൗദിയിൽ അതിമാരക രാസലഹരി വിതരണം ചെയ്യുന്ന മേഖലയിൽ പ്രവർത്തിച്ച ഇന്ത്യൻ പ്രവാസിയെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ അൽബാഹയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തു. ലഹരി ഗുളികകൾ വിതരണം ചെയ്ത 2 ബംഗ്ലാദേശുകാരെ കിഴക്കൻ പ്രവിശ്യയിൽ നിന്നും അറസ്റ്റ് ചെയ്തതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ അറിയിച്ചു. കുവൈറ്റിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി മരണമടഞ്ഞു. എടച്ചേരി പുതിയങ്ങാടി തുണ്ടിയിൽ അൻവർ സാദത്താണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ഹവലിയിൽ റെസ്റ്റോറന്റ് ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ജിദ്ദ പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷന് കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ബഷീർ കുപ്പിയാൻ പ്രസിഡന്റായും ഷിഹാബ് അലിയാർ ജനറൽ സെക്രട്ടറിയായും മുഹമ്മദ് ഹിജാസ് കനേലി ട്രഷററായും സുബൈർ കൊറ്റാലിക്കുടി രക്ഷാധികാരിയായിക്കൊണ്ടാണ് പുതിയ കമ്മിറ്റി. അനസ് അരിമ്പാശ്ശേരി, മുഹമ്മദ് ഷാഫി വെളുത്തേടത്ത്, ഷഹീർ ഐമനക്കുടി എന്നിവർ സഹഭാരവാഹികളാണ്. ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. പരിപാടി ഡോക്ടർ ഷബ്ന ഷാഫി ഉദ്ഘാടനം ചെയ്തു. സിമി അബ്ദുൽ ഖാദർ മുണ്ടപ്പിള്ളി എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വിവിധ പരിപാടികളും അരങ്ങേറി. കൊല്ലം ജില്ലാ കൾച്ചറൽ അസോസിയേഷൻ റിയാദ് ഹിമം 2026 സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. എക്സിറ്റ് 18 വലീദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് നിസാർ പള്ളിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സമ്മേളനം ഷിഹാബ് കെട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ സർഗശേഷി വളർത്തുന്നതിനും ജീവകാരുണ്യ മേഖലയിലും പ്രവാസി ഒത്തുചേരലുകൾ സാമൂഹിക മുന്നേറ്റത്തിന് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനറൽ സെക്രട്ടറി നസീർ അബ്ദുൽ കരീം, ഷാജു ഷെരീഫ്, നൌഷാദ് പന്മന ബാലുക്കുട്ടൻ, റഹ്മാൻ മുനമ്പത്ത്, ഷംനാദ് കരുനാഗപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ KCA അംഗങ്ങൾക്കുള്ള ID കാർഡ് പ്രകാശനവും റിപ്പബ്ലിക് ദിനവും ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. UAEയിൽ നഗരാതിർത്തികളിലേക്കും റീറ്റെയിൽ സേവനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഷാർജ കൽബയിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. UAEയിലെ ലുലുവിന്റെ 122ാം സ്റ്റോറാണ് ഷാർജ കൽബയിലേത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് കൽബ ഹെഡ് അംന അൽ സാബി, എക്കണോമിക് ഡെവലപ്മെന്റ് കൽബ ബ്രാഞ്ച് ഡെപ്യൂട്ടി ഹെഡ് ഇബ്രാഹിം സുലൈമാൻ അൽ ഷർഫ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൽബ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് സയ്യിദ് അൽ മസോയി ഷാർജ കൽബയിലെ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. UAEയിലെ ലുലുവിന്റെ 122ാമത്തെ സ്റ്റോറാണ് ഇത്. നഗരാതിർത്തികളിലും ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിപുലമായ സേവനം ഉറപ്പാക്കുകയാണ് ലുലുവെന്ന് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. GCCയിൽ കൂടുതൽ സ്റ്റോറുകൾ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
43,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കൽബയിലെ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ഹോട്ട് ഫുഡ്, ബേക്കറി, മത്സ്യം, ഇറച്ചി, ലൈവ് കൗണ്ടറുകൾ എന്നിവ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ് ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരവും ലഭ്യമാക്കിയിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് സിഇഒ സൈഫി രൂപവാല, ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ, ലുലു ഗ്രൂപ്പ് ഷാർജ ഡയറക്ടർ അജയ് നായർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, ഷാർജ. നിപ രോഗിയെ പരിചരിക്കുന്നതിനിടെ രോഗം ബാധിച്ച് 2.5 വർഷത്തിലധികമായി പൂർണ്ണമായും കിടപ്പിലായ ടിറ്റോയെ സന്ദർശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ടിറ്റോയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും സർക്കാർ എല്ലാ പിന്തുണയുമായി ടിറ്റോയുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി അമൃത ന്യൂസിനോട് പറഞ്ഞു. നിപ്പ ബാധിച്ച് 2023 ഓഗസ്റ്റ് 30 ഇക്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ പരിചരിക്കവെയാണ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്ന ടിറ്റോ തോമസിന് നിപ്പ പിടിപെടുന്നത്. രോഗമുക്തി നേടി ടിറ്റോ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചെങ്കിലും 2023 ഡിസംബറിൽ ശക്തമായ തലവേദന അനുഭവപ്പെട്ടു. തുടർന്ന് ആരോഗ്യനില മോശമായി. ചികിത്സ തുടരവെ ഡിസംബർ 8 മുതൽ ടിറ്റോ കോമയിലായി. 2 വർഷത്തോളം ടിറ്റോയെ ഇക്ര ആശുപത്രിയിൽ തന്നെയാണ് കിടത്തി ചികിത്സിപ്പിച്ചത്. നിപ്പ എൻസെഫലൈറ്റിസ് രോഗബാധയേറ്റ് അബോധാവസ്ഥയിലാകുന്ന അപൂർവ രോഗാവസ്ഥയായിരുന്നു. ടിറ്റോയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 17 ലക്ഷം രൂപ ധനസഹായം നൽകിയിരുന്നു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് ആരോഗ്യമന്ത്രി നേരിട്ടെത്തുകയായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരമുള്ള ക്വാറന്റൈനിലായിരിക്കുമ്പോൾ ടിറ്റോയെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും വളരെ ആക്റ്റീവായിരുന്നു ടിറ്റോ. അതുമാത്രമല്ല, അതിനു മുൻപും ടിറ്റോയെക്കുറിച്ച് എല്ലാവരും വളരെ വളരെ നല്ല അഭിപ്രായങ്ങളാണ്. വളരെ സ്മാർട്ടായിട്ടുള്ളൊരു ആരോഗ്യ പ്രവർത്തകനായിരുന്നു ടിറ്റോ. പക്ഷേ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് ആശ്വാസമുള്ളൊരു കാര്യമാണ്. ടിറ്റോ എഴുന്നേറ്റ് വരട്ടെ, നമ്മളൊക്കെ അത് പ്രതീക്ഷിക്കുന്നു. രോഗബാധിതനാകുമ്പോൾ 24 വയസ്സ് മാത്രമായിരുന്നു ടിറ്റോയുടെ പ്രായം. മകന്റെ ആരോഗ്യ പുരോഗതി അന്വേഷിക്കാൻ മന്ത്രി നേരിട്ടെത്തിയ സന്തോഷം കുടുംബവും പങ്കുവച്ചു. ആരോഗ്യമന്ത്രി വന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഒരു പേഷ്യൻ്റായി കിടക്കുന്ന ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി തോന്നുന്നത് ഭയങ്കര സന്തോഷം. ഇതിന് മുമ്പേ അവന് നിപ വന്ന സമയത്തും വീഡിയോ കോളിൽ കൂടി അവന് സംസാരിച്ചു. അവൻ നമ്മളോട് വീട്ടിൽ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. വീഡിയോ കാണിച്ചപ്പം ഇങ്ങനെ മകളെ വിളിച്ചു, എന്നെ വിളിച്ചു, എന്നെ സംസാരിച്ചു എന്ന്. ഇക്ര ആശുപത്രി തന്നെയാണ് ടിറ്റോയുടെ തുടർ ചികിത്സ ഉറപ്പാക്കുന്നത്. അതേസമയം എല്ലാവിധ പിന്തുണയും നൽകി ടിറ്റോയുടെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് ആരോഗ്യമന്ത്രി മടങ്ങിയത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. പ്രമുഖ വ്യവസായി ഡോക്ടർ ബി രവിപിള്ളയുടെ നേതൃത്വത്തിലുള്ള രവിപിള്ള ഫൗണ്ടേഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠന മികവുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ ഡോക്ടർ രവിപിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം ഫെബ്രുവരി 11 നടക്കും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 3:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും. മന്ത്രിമാർ, MLA-മാർ, RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി രവിപിള്ള എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സുമായി സഹകരിച്ചാണ് RP ഫൗണ്ടേഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന നിലപാടിൽ നിന്ന് പിന്മാറണമെങ്കിൽ ICCക്ക് മുൻപിൽ പുതിയ ഉപാധികൾ വെച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഫെബ്രുവരി 15 കൊളംബോയിൽ നടക്കേണ്ട മത്സരത്തിൽ കളിക്കാമെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCയുമായി നടത്തുന്ന ചർച്ചകളിൽ വ്യക്തമാക്കിയത്. ICC വരുമാന വിഹിതത്തിൽ വർധനവ് വരുത്തണമെന്നാണ് പാകിസ്ഥാന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഇന്ത്യ പാക് മത്സരത്തിലൂടെ ലഭിക്കുന്ന കോടികളുടെ ലാഭത്തിൽ തങ്ങൾക്ക് കൂടുതൽ വിഹിതം വേണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഇന്ത്യയുമായുള്ള ദ്വിരാഷ്ട്ര പരമ്പരകൾ പുനരാരംഭിക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.